തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ് UDF അടുത്ത തവണ അധികാരത്തിലേറും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ പുതുയുഗ യാത്രയൊക്കെ നടത്തി VD സതീശൻ ഇങ്ങനെ മുന്നേറുമ്പോഴും ഒരാളെ കാണാനില്ല. കുറെ നാളുകളായി കോൺഗ്രസിൽ അവരെ കുറിച്ച് ഒരു വിവരമില്ല. ഇടയ്ക്ക് ഈ നിയമസഭയിലൊക്കെ പേരുകൾ ഫോട്ടോകൾ പൊങ്ങി വരുന്നതിനപ്പുറം അവര് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പറഞ്ഞു വരുന്നത് സോണിയാഗാന്ധിയെ കുറിച്ചാണ്. സോണിയാഗാന്ധിക്ക് എന്താണ് സംഭവിച്ചത്? എവിടെയാണ് സോണിയാഗാന്ധി? ഇന്ത്യ വിട്ട് പോയോ? ഇറ്റലിയിൽ സ്ഥിരതാമസമാക്കിയോ? കാരണം തിരഞ്ഞെടുപ്പാണ് വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ഇത്തവണ കൂടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് പൊട്ടിപ്പാളിസാവും. കേരളത്തിൽ നിന്ന് കൂടി കോൺഗ്രസ് അപ്രത്യക്ഷമാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ ഒരു സമയത്ത് സഹോദരനും സഹോദരിക്കും മുന്നേ നടക്കേണ്ടത് അമ്മയായ സോണിയാഗാന്ധിയാണ്. കോൺഗ്രസ് അധ്യക്ഷയായിരുന്നു അവര്. കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോണിയ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു. അത് മനഃപൂർവ്വമാണോ എന്താണെന്ന് ഉള്ളതിനെ പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടി വരും. സോണിയ ഈ അപ്രത്യക്ഷമാവാൻ തുടങ്ങിയത് നമ്മൾ പറയുമ്പം ആൾക്കാർ പറയും ചുമ്മാ അങ്ങനൊന്നും പറയല്ലേ. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അവരുടെ ഒരു ഫോട്ടോ ഒരുപക്ഷെ നമ്മുടെ പോറ്റിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വന്നപ്പോൾ അതിനുശേഷം ഇവര് ആശുപത്രിയിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അദ്ദേഹം വന്ന് ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായിരുന്നു, അല്ലെങ്കിൽ പഞ്ചായത്തോത്സവം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഇവരെ വിളിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ഡൽഹിയിൽ വിളിച്ചപ്പോൾ ചർച്ചയൊന്നുമില്ല. ആദ്യമേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് സ്വർണ്ണക്കൊള്ള കേസിനകത്ത് ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധിയുടെ പേര് വലിച്ചിഴക്കരുത് എന്നുള്ള രീതിയിൽ കർശനമായ നിർദ്ദേശം കൊടുത്തു. അതായത് സ്വർണ്ണക്കൊള്ള കേസിനകത്ത് സോണിയാഗാന്ധിയുടെ പേര് വലിച്ചിഴക്കരുത് എന്ന് രാഹുൽ ഗാന്ധി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും പറയുമ്പോൾ സ്വർണ്ണക്കൊള്ള കേസ് നിങ്ങൾ ഏറ്റെടുത്താൽ അതിനകത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പരസ്പര ആരോപണം വരുമ്പോൾ ഏറ്റവും അധികം ആരോപണം വരാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഈ പോറ്റി എന്ന് പറയുന്ന ആൾ സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇവിടെ നിന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് കടന്നേക്കും, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. ലണ്ടനിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ, ഇറ്റലിയിലൊക്കെ അവർക്ക് ഇപ്പോഴും ഈ സ്വാഗതം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മെമ്പർഷിപ്പ് ഒന്നും ഇന്ത്യയിൽ നിൽക്കുന്നതുകൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം ഉണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം എടുക്കാൻ പറ്റത്തില്ല നിയമം കിടക്കുന്നുണ്ട്. ഇറ്റലി പൗരത്വം ഒന്നും ഇവരുടെ ഒന്നും റദ്ദ് ചെയ്തിട്ടൊന്നുമില്ല. ആ രാജ്യമാണല്ലോ തീരുമാനിക്കുന്നത്. കാരണം ഇവർ ഏത് സമയം വേണം തിരിച്ചു ചെന്നാൽ അവരെ ഉൾക്കൊള്ളുന്നതിൻ്റെ. അപ്പോൾ വിദേശ രാജ്യത്തേക്ക് ഒരുപക്ഷെ അവർക്ക് അസുഖമുള്ള സ്ത്രീയാണ്, അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ വിശ്രമ ജീവിതം ആനന്ദകരമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ നല്ലതാക്കുന്നതിന് വേണ്ടി പോകുന്നു എന്ന് പറയും. ഇവിടെ അതിനെക്കാട്ടി നല്ലതുപോലെ ലോകത്തുള്ള കോടീശ്വരന്മാരും അല്ലെങ്കിൽ ലോകത്തുള്ള വലിയ വ്യവസായികളും അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും സമ്പത്ത് ഉള്ളവരും ഒക്കെ വിശ്രമ ജീവിതം അല്ലെങ്കിൽ ഈ ആനന്ദകരമാക്കാൻ കണ്ടെത്തുന്നത് കേരളവും ഇന്ത്യയും ഒക്കെയാണ്. ഇതുപോലെ സുഖവും സുഭിക്ഷവുമായിട്ട് അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവര് എന്തുകൊണ്ട് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിനെ നയിച്ച് ഒരു പരുവത്തിലാക്കുന്ന മകനും മകളും ഉള്ളപ്പോൾ ഒരു രീതിയിലും നിയന്ത്രിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ ഇല്ലാത്ത ഒരു രീതി, അതായത് പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ എന്ന് പറയുന്ന ഒരവസ്ഥ ഇപ്പൊ ഡൽഹിയിലെങ്കിലും നമ്മൾ കാണുന്നില്ല. പഴയ പോലെ കോൺഗ്രസിന്റെ ഒരു കൂട്ടം കാണുന്നില്ല. നമ്മൾ ആകെ കാണുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരും ശ്രദ്ധിക്കാം, ആകെ കാണുന്നത് കോൺഗ്രസിന്റെ കൂട്ടം അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും KC വേണുഗോപാലും ശ്രദ്ധിച്ചു വളരെ കാലമായിട്ട്. നേരത്തെ നമ്മൾ ആദ്യമൊക്കെ ഒരുപക്ഷെ 2014 ഈ പറയുന്ന നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ കാണിക്കും, മിക്കവാറും ഈ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ സോണിയാഗാന്ധി നടന്നു വരുന്നു, രാഹുൽ ഗാന്ധി ഇപ്പുറത്തുണ്ടാവും, പ്രിയങ്ക ഗാന്ധി എന്ന് ഇല്ല, വളരെ അപൂർവമായിട്ട് നമ്മൾ കാണുന്നത്. ഒരു കൂട്ടം ഒരു 50 നേതാക്കന്മാർ എപ്പോഴും കൂടെ കാണും. ഇപ്പം കോൺഗ്രസിന് അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കാൻ പോലും നേതാക്കന്മാരില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, രാഹുലിന്റെ കൂടെ ആകെ ഉള്ളത് KC വേണുഗോപാൽ. ഈ KC വേണുഗോപാലിനെ കഴിഞ്ഞ ദിവസം മണിശങ്കർ പറഞ്ഞു ഇവൻ പക്കാ ഗുണ്ടയാ, ഇവനെ കൊണ്ട് ഈ നടന്നാൽ കാലത്ത് ഗുണം പിടിക്കുന്നില്ല, ഇവനൊക്കെ ഇരിക്കുന്ന സ്ഥാനത്ത് പണ്ട് ആരൊക്കെ ഇരുന്നേണം എന്നുള്ള രീതിയിലൊക്കെ. ഇന്ന് അദ്ദേഹം വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇയാളെ മാറ്റിയിട്ട് രാഹുൽ ഗാന്ധിയുടെ കാര്യം ഇനി മനുഷ്യർക്കെതിരെ നിങ്ങൾ ഇന്നത്തെ അദ്ദേഹം കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ മീഡിയ കൊടുത്തേക്കുന്ന കാര്യമാണ്. രാഹുൽ മാറണം,
ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തു നിന്ന് രാഹുൽ മാറണം, പകരം മമതാ ബാനർജി എന്ന് പറഞ്ഞ ആൾ വരണം. ഇവിടെ പ്രതിപക്ഷം ഉണ്ടാവണമെങ്കിലും ഇന്ത്യ മുന്നണി ഉണ്ടാവണമെങ്കിലും ഒരുപക്ഷെ BJPക്കെതിരെ ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടാവണമെങ്കിലും അല്ല ശക്തമായ ഒരു പ്രതിപക്ഷമെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന ആൾ മാറണം എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ മണിശങ്കർ ഇപ്പൊ സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞു. സോണിയാഗാന്ധി എന്തുകൊണ്ടോ അവർക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയം എടുത്തു, അല്ലെങ്കിൽ ഇന്ത്യ മടുത്തു. ഒരുപക്ഷെ നമ്മൾ ഈ പറയത്തില്ലേ, നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, ഈ പ്രമാദമായിട്ടുള്ള ഒരു കേസ്, സോണിയയെയും രാഹുലിനെയും തെളിവുകൾ ശേഖരിച്ച് പത്രത്തിന്റെ കേസ് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സോണിയാഗാന്ധി വിദഗ്ധമായിട്ട് നാടുവിടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ പ്രായമായ സമയത്ത് അല്ലെങ്കിൽ ഈ അവസാന കാലഘട്ടത്തിൽ രോഗിയായ സോണിയാഗാന്ധി ഒരുപക്ഷെ ജയിലഴിക്കുള്ളിൽ ആകും. അതിനു മുമ്പേ സോണിയാഗാന്ധി ഇന്ത്യയിൽ നിന്നും കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത വരുന്നു. ഏതായാലും സോണിയാഗാന്ധിക്ക് വയ്യയോ അല്ലെങ്കിൽ മധ്യത്തിൽ വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നു. ഏതായാലും സോണിയാഗാന്ധി പിക്ചറിൽ നിന്ന് ഔട്ടായിരിക്കുന്നു. അത് മനഃപൂർവ്വം ആണെന്ന് നമ്മൾക്ക് വിചാരിക്കേണ്ടി വരും. ഏറ്റവും അവസാനം സോണിയാഗാന്ധിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നുള്ള വാർത്ത വന്നത് ഈ പോറ്റിയുടെ വിഷയവും ശബരിമല വിഷയവുമാണ്. ശബരിമല വിഷയത്തിനകത്ത് കോൺഗ്രസിന് മറുപടി പറയാത്തിടത്തോളം കാലം, മറുപടി പറയാനൊക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പോറ്റി എന്ന് പറയുന്ന ഒരു നിസ്സാരക്കാരന്റെ കുടുംബം സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിവന്നതിനകത്ത് നിഗൂഢതയുണ്ട്. അത് നിസ്സാരമല്ല. അത് ഒരു കുടുംബം ചെന്ന് ചോദിച്ച് നിന്നെടുത്ത ഫോട്ടോ അല്ല. അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ UP സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ മൻമോഹൻ സിംഗ് ആണ്. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ പുറത്തു വരുന്ന പല വീഡിയോകളിലും ദൃശ്യങ്ങളും നമ്മൾ കാണുന്നത് എന്താ, വരുന്ന ജനപ്രതിനിധികൾ, അതായത് മറ്റ് രാജ്യങ്ങളുടെ തലവന്മാർ, അവർ വരുമ്പോൾ നേരിട്ട് വന്ന് മൻമോഹൻ സിംഗിന് ഷേക്കാൻ കൊടുക്കുന്നതല്ല കാണുന്നത്, സോണിയാഗാന്ധിക്ക് ഷേക്കാൻ എന്നിട്ട് വന്ന് ആശ്ലേഷിക്കുന്നു, അവർ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ മൻമോഹൻ സിംഗ് ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുന്നുണ്ട്. പണ്ട് മുതലേ ആരോപണം എന്താ, മൻമോഹൻ സിംഗ് പ്രതിമയാണ്. അപ്പോൾ ഇക്കാലം അത്രയും ഡീലിങ്സ് മൊത്തം നടത്തിയത് സോണിയുമായിട്ടാണ്. പക്ഷെ ഒഫീഷ്യലായിട്ട് പിക്ചർ വീഡിയോ പുറത്തു വരുമ്പോൾ അത് മൻമോഹൻ സിംഗിനൊപ്പം ലോക ജനപ്രതിനിധികൾ അല്ലെ ഈ ലോകത്തെ നേതാക്കളൊക്കെ നിൽക്കുന്ന പോലെയാണ്. സത്യത്തിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന സോണിയ തന്നെയായിരുന്നു. അപ്പോൾ സോണിയ എന്ന് പറയുന്നത് കിരീടം വെക്കാത്ത രാജകുമാരിയായിട്ട് ഇന്ത്യയെ വസിച്ചിരുന്നു. ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെല്ലാം അടിമകളെ പോലെ, അതായത് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ വോയിസ് ഇല്ലാത്ത അവസ്ഥ. നമുക്കറിയാലോ എന്തുകൊണ്ടാണ് പ്രണബ് കുമാർ മുഖർജി എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിൽ പ്രസിഡന്റായിട്ട് പോയത്. അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനായിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി കസേരയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസിലെ നേതാക്കൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ പ്രസിഡന്റ് പദവിയിലേക്ക് ഒതുക്കുകയാണ്. എന്തിനാണ് ശരത് പവാർ പാർട്ടി വിട്ടുപോയത്? ശരത് പവാർ എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയ ഒരു കോൺഗ്രസ് ലീഡറായിരുന്നു. ഇവിടെ നിന്നാൽ അപകടകരമാണെന്ന് മനസ്സിലാക്കിയിട്ട് ശരത് പവാറിനെ ഒതുക്കുന്നു. അങ്ങനെ ഓരോ നേതാക്കളെയും ഒതുക്കിയതിന് ശേഷം എല്ലിൻ കഷ്ണം പോലെ ഇട്ടുകൊടുക്കുന്ന അധികാര പദവികൾ തുടർന്നു. നമ്മുടെ പ്രതിരോധ മന്ത്രി AK ആന്റണി പോലും അങ്ങനെ തുടർന്ന ഒരാളാണ്. ഇവിടെ സോണിയയ്ക്ക് ഇപ്പോൾ അധികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, പഴയ കാലത്തെ ചിത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം പുറത്തേക്ക് വരുന്ന കൂട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രവും കൂടി പുറത്തു വരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയയുടെ കയ്യിൽ ചരട് കെട്ടി കൊടുക്കുന്നു. ആ ചരട് കെട്ടി കൊടുക്കണമെങ്കിൽ, കുടുംബമായിട്ട് പോയി കാണണമെങ്കിൽ സോണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നല്ല ബന്ധമാണ്. നമ്മുടെ MP മാരായിട്ടുള്ള അടൂർ പ്രകാശിനോ അല്ലെ ആന്റോ ആന്റണിക്കോ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ബന്ധമുണ്ട്. ഇവർ തന്നെ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയെ കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ MP മാരല്ലേ, ഞങ്ങളും കൂടെ വരട്ടെ എന്ന് ചോദിച്ച് കൂടെ പോയതാണെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള അധോലോക റാക്കറ്റുകളുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെടാൻ സോണിയാഗാന്ധിക്ക് സാധിച്ചു. ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ആരോപണം മൂർച്ഛിച്ച് വന്നു കഴിഞ്ഞാൽ ഒറ്റ കേസിന്റെ അന്വേഷണം അങ്ങോട്ട് ചെന്നാൽ മതി, അതിന്റെ തുടർച്ചയായിട്ട് പല കേസുകൾ വരും. ഇത് സോണിയാഗാന്ധിയെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കും. അതിനേക്കാൾ എളുപ്പമാർഗം ഒന്ന് അണിയറയിലേക്ക് മാറി നിൽക്കുക എന്നുള്ളതാകാം. അതുകൊണ്ട് മനഃപൂർവ്വം സോണിയ മാറുന്നതായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ആ കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി രാജ്യം വഴി ഇറ്റലിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് സോണിയ പിടിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സോണിയെ കണക്ട് ചെയ്തതോടുകൂടിയാണ് അവരുടെ ആരോഗ്യസ്ഥിതി മോശമായി എന്ന തരത്തിൽ വാർത്ത വന്നത്. ശരിക്കും ആരോഗ്യസ്ഥിതി മോശമായതാണോ, അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണോ, അതല്ലെങ്കിൽ പഴയ കേസിന്റെ ചൂട് പിടിച്ച് അന്വേഷണം വന്നാൽ ഒരുപിടി അഴിമതി കഥകളുടെ നാറിയ മണം അല്ലെ നാറിയ വിവരങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് തന്നെ പേടിക്കുന്നുണ്ടാകും. അപ്പോൾ രാഹുലിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം രാഹുൽ ഒന്നാമത് കാണിക്കുന്ന എല്ലാം മണ്ടത്തരമാണ്. ഇനി അമ്മയുടെ മണ്ടത്തരം കൂടി പുറത്തേക്ക് വലിച്ചിട്ടിട്ട് കൂടുതൽ നാറണ്ട ആ രാഷ്ട്രീയ പാർട്ടി എന്ന് വിചാരിച്ച് അവർ സ്വയം പിൻവാങ്ങി നിൽക്കുന്നതോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ പോയതോ ആയിരിക്കാം. രണ്ടായാലും കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരു ത്യാഗമാണ് ഇപ്പോൾ സോണിയാഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും സോണിയാഗാന്ധിയുടെ അവസ്ഥ, സോണിയാഗാന്ധി രാജ്യം വിട്ടോ എന്ന് വരെ സംശയിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇപ്പൊ
സാറ് സൂചിപ്പിച്ചതുപോലെ സോണിയാഗാന്ധി പിക്ചറിലേ ഇല്ല. അതായത് ഇനി മുന്നോട്ട് വന്നാൽ അത് മകളുടെ രാഷ്ട്രീയ ഭാവിയെ നശിപ്പിക്കുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത്. മറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനിടയ്ക്ക് ലണ്ടനിലേക്ക് പോയി വിശ്രമ ജീവിതം നയിക്കാൻ ഒരുങ്ങുന്നു എന്നൊക്കെ ഉള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ലണ്ടനിലേക്കാണോ ഇറ്റലിയിലേക്കാണോ അതോ മറ്റെവിടെയെങ്കിലേക്കുമാണോ എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയണം.